മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അലസരായ മനുഷ്യരോട്, മടിയന്മാരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. വഴക്ക് പറയല്ല, അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ഉറുമ്പിനെ ഒന്ന് നോക്കിക്കേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത് കുഞ്ഞനാണ്, രണ്ടാമത് അതിനെ ഗുണദോഷിക്കാൻ ആരുമില്ല, വഴക്ക് പറയാൻ ആരുമില്ല, എന്നാലും അത് ബുദ്ധിപരമായിട്ട് പെരുമാറുന്നു. വേനൽക്കാലത്ത്, കൊയ്ത്ത് കാലത്ത്, ആഹാരമുള്ള സമയത്ത് അത് സമ്പാദിച്ചു വെക്കുന്നു. ഇതുപോലെ എല്ലാ മനുഷ്യർക്കും സമ്പാദിച്ചു വെക്കാനൊരു സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ കൃപയുള്ളൊരു സമയമുണ്ട്, ബൈബിൾ വായിക്കാൻ അവസരമുള്ളൊരു സമയമുണ്ട്. ആ സാഹചര്യം മുതലാക്കണം. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് പത്ത് തിന്നാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരുടെ മേലുദ്യോഗസ്ഥർ ഷൗട്ട് ചെയ്യുന്നതുകൊണ്ട്, പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് വർക്ക് ചെയ്യും. അതേ പുള്ളിക്കാരൻ നാട്ടിൽ വന്നാൽ അതുപോലെ വർക്ക് ചെയ്യില്ല. കാരണം ഇവിടെ അവൻ്റെ രാജാവ് അവൻ തന്നെയാണ്. അവൻ ആർക്കും നന്നാക്കാൻ പറ്റില്ല. കാരണം പട്ടിണിയാണേലും ബുദ്ധിമുട്ടാണേലും അവൻ തന്നെ സഹിച്ചോളാന്ന് പറയും. അവിടെയാണ് ഉറുമ്പിൻ്റെ ബുദ്ധി. ബുദ്ധി മാത്രമല്ല, ഉത്സാഹം. പരിശുദ്ധാത്മാവ് ഇതിനെ പറയുന്ന പേര് മടി, അലസത. അത് പിന്നീട് ദുഃഖം ഉണ്ടാകും. ഇപ്പൊ ഈ ഉറുമ്പ് വേനൽക്കാലത്ത്, കൊയ്ത്ത് കാലത്ത് ശേഖരിച്ച് വെച്ചില്ലെങ്കിൽ അത് മഞ്ഞുകാലത്ത്, മഴക്കാലത്ത് പട്ടിണി കിടക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ ചർച്ചിൽ പോകാൻ അവസരമുള്ളപ്പോൾ പോകുക, നന്മ ചെയ്യാൻ അവസരമുള്ളപ്പോൾ അത് അർഹിക്കുന്നവർക്ക് ചെയ്യുക, പ്രാർത്ഥിക്കാൻ കൃപയുള്ളപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജോബിനെ പോലെ ഇരട്ടി അനുഗ്രഹം നേടുക. എല്ലാറ്റിലുപരി ഉറക്കത്തിന് ഒരു സമയം നിശ്ചയിക്കുക. അധിക ഉറക്കം അത് നമ്മളെ കൂടുതൽ അലസരാക്കുന്നു.